ഞാൻ ഇദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് മുഖം തരാതെ പോകുന്നത് എന്താണ് എന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഞാൻ ആലോചിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, എല്ലാം ഹൃദയം തൊട്ട് തീർന്നാണ്. അപ്പോഴാണ് 2-3 ദിവസമായിട്ടുള്ള എന്താ പറയുക, എന്തോ സംതിങ് ബിഹൈൻഡ് ദിസ് എന്നുള്ള ഫീലിംഗ് നമുക്ക് വരുന്നത്. ആ ഫീലിംഗ്, ആ ചർച്ച എത്തിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, ജനങ്ങൾ, മലയോര കർഷകർ കൃത്യമായി കേട്ടോ. നിങ്ങൾ ആ ലോജിക്ക് ഞാൻ പറയുന്നത് ആലോചിച്ചോ. ഒരൊറ്റ ആളാണ്, സാക്ഷാൽ പിണറായി വിജയൻ. ഒറ്റക്കാരിയുള്ളൂ, അൻവറിനെ അടുപ്പിക്കരുത്, അൻവറിനെ അടുപ്പിക്കരുത്. ഇടനിലക്കാരാ സംസാരക്കാര്. അടുപ്പിച്ചാൽ എന്താ, അടുപ്പിച്ചാൽ കുഴപ്പമൊന്നും നോക്കണല്ലോ. ഒന്ന്, അദ്ദേഹത്തിന് വായ തുറക്കാൻ പറ്റുന്നില്ല പലരും. ഈ അജിത് കുമാറിനെതിരെ ഈ പോരാട്ടം നടത്തിയിട്ട് UDF നേതൃത്വം ആ സമരം ഏറ്റെടുത്തോ? ഈ പോലീസിനെതിരെ നടത്തിയ ഏതെങ്കിലും സമരം ഏറ്റെടുത്തോ? ഇപ്പം എന്താ പറയുന്നത്? LDF നേതാക്കന്മാർ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളൊന്നും കഴമ്പില്ലാതെ തെളിയിക്കപ്പെടാതെ പോയി. എങ്ങനെ തെളിയിക്കുക? അന്വേഷിക്കണത് ആരാ? പിണറായിൻ്റെ പോലീസ്. അതിനൊപ്പം നിൽക്കുന്ന പിണറായിൻ്റെ മറ്റ് പോലീസിലെ വിഭാഗങ്ങൾ, വിജിലൻസ്, ക്രൈംബ്രാഞ്ച്, ഇവരല്ലേ അന്വേഷിക്കുന്നത്. ആ അന്വേഷണം തെളിയിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തെളിയിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ കോടതിയിൽ പോകാൻ നിൽക്കുകയാണ്, ആ സ്റ്റേജിലാണ് ഇപ്പോൾ അതുള്ളത്. തെളിയിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന അജിത് കുമാറിനെ DGP ആയി പ്രൊമോട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്ന് അയച്ച ലിസ്റ്റിൽ ഈ അജിത് കുമാറിൻ്റെ പേര്, ഞാൻ വിചാരിച്ചു അദ്ദേഹം ഈ വാർത്ത കാണാതെ പോയതായിരിക്കും. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ശക്തമായി എതിർക്കണം, ഇതൊരു പൊതുവികാരമാണ്. കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന അജിത് കുമാറിന്റെ ഈ വിഷയത്തിലാണ്. പക്ക നമ്പർ 1 ഫ്രോഡ് RSS. നിങ്ങൾ പ്രതികരിക്കണം പ്രതിപക്ഷ നേതാവേ. ഞാൻ ഏറ്റവും പറഞ്ഞു, എവിടെയെങ്കിലും ഒരു സമരങ്ങൾ കണ്ടോ? മിണ്ടിയില്ലല്ലോ. അവരുണ്ട് ഇതിന്റെ പിന്നിൽ. എൻ്റെ പിന്നിൽ ആ IAS IPS ലോബി ഉണ്ട് സതീശന്റെ കൂടെ. മിണ്ടിയില്ല. 3 ദിവസം കഴിഞ്ഞ് ഈ തോന്നിവാസം മുഴുവൻ ഇവിടെ നടത്തി 40,000-40,000 കേസുകൾ ഓരോ വർഷവും മലപ്പുറം ജില്ലയിലെ മനുഷ്യരുടെ പേരിൽ കള്ളക്കേസെടുത്ത് BJPയെ സന്തോഷിപ്പിച്ച ഇതേ സുജിത് ദാസ്, ഈ കള്ളക്കടത്തിനും കൊലപാതകത്തിനും ബാക്കി നിന്ന സുജിത് ദാസ്, മരം മുറിച്ച സുജിത് ദാസ്, എല്ലാ അന്വേഷണവും തള്ളി അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വീണ്ടും അതിൻ്റെ 3-ാമത്തെ ദിവസം വിളിച്ചിരുത്തി. ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ? മിണ്ടൂല. അപ്പം ഇതൊരു നെക്സസിന്റെ ഭാഗമാണ്, ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. പ്രിയപ്പെട്ട വോട്ടർമാർ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും PV അൻവർ ഈ പറയുന്ന UDFന്റെ വാതിലടക്കാൻ കിട്ടിയ ചാൻസിൽ തുറക്കാത്തെയും അടക്കാത്തെയും വാതിൽ പൂട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ഞാൻ സ്വയം കൊലക്ക് നിന്ന് കൊടുക്കണോ? ഒരു ഭാഗത്ത് പിണറായി, ഒരു ഭാഗത്ത് RSS, ഇതുവരെ 2 മൂന്നാമത് VD സതീശൻ. ഈ 3 കത്രിക പൂട്ടിൻ്റെ അകത്ത് കഴുത്ത് വെച്ച് കൊടുക്കണോ? പിണറായിസത്തെ അവിടെ വിജയിപ്പിക്കണോ? അതാണ് ഇതിൽ അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻ. അത് നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിക്കും. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സ്വരാജ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പോത്തുകല്ലിലെ പ്രളയം നടന്ന 2019 സ്വരാജിനെ അവിടെ കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്വരാജിൻ്റെ ഞാനും ഒരു കൊടയൂടി പോകുന്നൊരു ഫോട്ടോ വിട്ടിട്ട് വലിയ ചർച്ചയാണ്. എന്താ അടിസ്ഥാനം? സ്വരാജ് ആ പഞ്ചായത്തുകാരനാണ്. അവിടെ നടന്ന ഇടപാടുകളിൽ, നടത്തിയ പ്രവർത്തനങ്ങളിൽ 1 മാസത്തോളം കല്ലിമുണ്ടും കൊടുത്ത് തലയിലൊരു തോർത്തുമുണ്ടും കെട്ടി ആ ജനങ്ങളോടൊപ്പം നിന്നോനെ ഞാൻ. അങ്ങനെ ഒരു ഒറ്റ ഫോട്ടോകളൊന്നും അദ്ദേഹം സാധാരണ ഉണ്ടാകുന്ന ഇതിപ്പോൾ ഞാനിരിക്കുന്ന നല്ല വെടിപ്പാക്കിയ ഡ്രസ്സിൽ ഇത് ആരംഭിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഒന്ന് ചില സ്ഥലങ്ങളിൽ പോയി ഒന്ന് ഫോട്ടോ എടുത്ത് വിട്ടു. അതാണോ ഇടപെടൽ? അങ്ങനെയാണോ ആ പറഞ്ഞ വിഷയത്തെ കാണേണ്ടത്? അപ്പോൾ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാശ്മീരിന്റെ കാര്യത്തിൽ ഭീകരാക്രമണം ഈ നാട്ടിൽ നടന്നപ്പോൾ എന്ത് സ്റ്റേറ്റ്മെന്റാ കൊടുത്തത്?
സിന്ദൂർ ഓപ്പറേഷനെതിരെ പറഞ്ഞവരല്ലേ? എന്താണ്? ഒരു മുടക്കില്ല. അവിടെ പാവപ്പെട്ട മുസ്ലിങ്ങളെ ആക്രമിക്കപ്പെടുകയാണെന്നുള്ള കള്ള നരേഷൻ ഉണ്ടാക്കുക. ഈ രാജ്യത്തെ ഭീകര വർഗീയവാദികൾ ഒരു രാജ്യത്ത് കടന്ന് ആക്രമിച്ചിട്ട് അതിനെ തിരിച്ചടിക്കാൻ ഈ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തിന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും പിന്തുണ കൊടുത്തപ്പോൾ സ്വരാജും പിണറായിയും അവിടെ എന്തെങ്കിലും മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, അതാണോ ഒരു രീതി? നീ അതുപോട്ടെ, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലാണല്ലോ മലപ്പുറം. ഞാൻ ഈ പറയപ്പെട്ട ന്യൂനപക്ഷ ആക്രമണങ്ങൾക്ക് എതിരായി പോലീസിനെതിരെ എവിടെയെങ്കിലും ശബ്ദം ഉയർത്തിയ എവിടെയെങ്കിലും